നിങ്ങൾ സഭാവിശ്വാസികൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. സ്തോത്രം. 2 നല്ല ദൈവദാസന്മാരെ തൈര് കടഞ്ഞ് വെണ്ണ എടുക്കുന്നത് പോലെ നല്ല ദൈവവചനം കടഞ്ഞെടുത്ത് നിങ്ങൾക്ക് തരുന്ന നല്ല ദൈവദാസന്മാരെ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഞാനും ഇടയ്ക്കിടയ്ക്ക് കയറാറുണ്ട് കേട്ടോ, വചനം കേൾക്കാറുണ്ട്. നല്ല വചനമാണ്, എനിക്കും ആത്മീയമായിട്ട് വളർച്ചയ്ക്ക് പ്രയോജനപ്പെടുന്നതാണ്. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പ്രാരംഭമായി ലിലി സഹോദരി നമ്മളോട് ദൈവവചനം സംസാരിക്കും. അതിനുശേഷം കർത്താവ് തരുന്ന ആലോചന അനുസരിച്ച് നമുക്ക് ദൈവവചനത്തിലേക്ക് വീണ്ടും പ്രവേശിക്കാം. ലിലി ആൻറ്റിയെ ഈ സമയത്ത് വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. എല്ലാവരും എഴുന്നേറ്റ് കരങ്ങളൊക്കെ അടിച്ച്, നമ്മളൊക്കെ ഇവർ കണ്ണീരോടെ വിതച്ച് മുമ്പോട്ട് പോയി, നമ്മൾ പിന്നിൽ സന്തോഷത്തോടെ കൊയ്തെടുത്തു. ദൈവവചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, യു ഹാവ് എൻറ്റർഡ് ഇൻ ടു എ ഹാർവെസ്റ്റ് വിച്ച് യു ഹാവ് നോട്ട് സോൺ. നമ്മൾ വിതയ്ക്കാത്ത കൊയ്ത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക. എന്തിനാന്ന് ചോദിച്ചാൽ വിതച്ചവനും കൊയ്യുന്നവനും ഒന്നിച്ച് സന്തോഷിക്കാനാണ്. കരങ്ങളൊക്കെ അടിച്ച് കർത്താവിൻ്റെ ലിലി സിസ്റ്ററിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. യു ആർ എ പാർട്ട് ഓഫ് അവർ ഫാമിലി. ഹല്ലേലൂയ. ഓവർ ടു യു. മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ? മലയാളത്തിൽ തന്നെയാണ്, അപ്പം ട്രാൻസ്ലേഷൻ വേണ്ട. ഹല്ലേലൂയ. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ആമേൻ. നിങ്ങളുടെ സകല കൈയടിക്കും യോഗ്യൻ നമ്മുടെ കർത്താവായ യേശു മാത്രം. സ്തോത്രം. ആമേൻ, ആമേൻ. കർത്താവായ യേശു നിമിത്തം മാത്രം ആണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. വാസ്തവത്തിൽ ഞാൻ പബ്ലിക്കിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയല്ല, പുറകിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. എന്നാൽ ദൈവത്തിന് ഓരോരുത്തരെക്കുറിച്ചും ഓരോ ഉദ്ദേശമുണ്ട്. സ്തോത്രം. ആമേൻ. നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം സഹായിച്ച വലിയ കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുകയും നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ് ഞങ്ങളും. നിങ്ങളും ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. 2.5 വർഷം മുൻപേ ഞാൻ ബെഡിലായിരുന്നു. ഞാൻ വിചാരിച്ചില്ല ഒരിക്കൽ പോലും ഞാൻ എഴുന്നേറ്റ് നടക്കുമെന്നോ യാത്ര ചെയ്യുമെന്നോ വിചാരിച്ചതല്ല. എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനയാൽ സ്നേഹത്താലൊക്കെ ഇവിടെ ആയിരിക്കാൻ ദൈവം സഹായിച്ചു. സ്തോത്രം. ആമേൻ. ഒരുത്തിന് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ വളരെ ഫലം കായ്ക്കും എന്ന് വാക്ക് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങൾ. പ്രത്യേകിച്ച് പാസ്റ്റർ തങ്കൂനും പാസ്റ്റർ തോമസ് ഊട്ടിക്കും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ അവസരം എന്നെ ക്ഷണിച്ച് ഈ അവസരം തന്നതിനായിട്ട് നിങ്ങൾക്ക് 2 പേർക്കും പ്രത്യേകിച്ച് നന്ദിയും എൻ്റെ സ്നേഹവന്ദനങ്ങളും അറിയിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ സഭാവിശ്വാസികൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. സ്തോത്രം. 2 നല്ല ദൈവദാസന്മാരെ തൈര് കടഞ്ഞ് വെണ്ണ എടുക്കുന്നത് പോലെ നല്ല ദൈവവചനം കടഞ്ഞെടുത്ത് നിങ്ങൾക്ക് തരുന്ന നല്ല ദൈവദാസന്മാരെ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഞാനും ഇടയ്ക്കിടയ്ക്ക് കയറാറുണ്ട് കേട്ടോ, വചനം കേൾക്കാറുണ്ട്. നല്ല വചനമാണ്, എനിക്കും ആത്മീയമായിട്ട് വളർച്ചയ്ക്ക് പ്രയോജനപ്പെടുന്നതാണ്. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. പ്രത്യേകിച്ച് ഈ സഭ ഹെവൻലി ഫീസ്റ്റ് ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ഞങ്ങൾ 2021 കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്ത് സുവിശേഷ വേല ചെയ്യുന്ന സമയത്ത് പാസ്റ്റർ തങ്കുവാണ് ബസ് തന്നത്, ആഹാരത്തിൻ്റെ ചെലവ് വഹിച്ചത്, താമസ സൗകര്യം വഹിച്ചത്. താങ്ക് യു. സഭയ്ക്ക് നന്ദി. നിങ്ങൾ കൂടെ നിന്നതിനാലാണ്, നിങ്ങൾ സഹായിച്ചതിനാലാണ് ഈ പ്രവൃത്തി ചെയ്യുവാൻ സാധിച്ചത്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ 15:16. യോഹന്നാൻ 15:16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോലും ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാണ്, നാം ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല. സ്തോത്രം. ഹല്ലേലൂയ. നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് നമ്മെ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തു. ഫലം കായ്ക്കേണ്ടതിനാണ്, ആ ഫലം നിലനിൽക്കേണ്ടതിനുമാണ്. വിസ്തരിച്ച് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ധാരാളം പറയുന്നില്ല. ആമേൻ. എങ്ങനെ ഫലം നിർത്താമെന്ന് തിരുവചനത്തിൽ നിന്ന് എൻ്റെ ചില അനുഭവങ്ങളിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഫലം കായ്ക്കുകയും ഫലം നിലനിർത്തുകയും ചെയ്യുന്നതിന്. യിരെമ്യാവ് 17:7-8. യിരെമ്യാവ് 17:7-8.
യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരി നിന്നിരിക്കുന്ന വൃക്ഷം പോലെ ആകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും ആമേൻ വാട്ടം തട്ടാതെ ഫലം കായ്ക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്, മനുഷ്യരിൽ ആശ്രയിക്കുകയും മനുഷ്യരെ തൻ്റെ ഭുജമാക്കുകയും ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. സ്തോത്രം, ഹല്ലേലൂയ. യഹോവയിൽ ആശ്രയിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. യഹോവ തന്നെ ആശ്രയം. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആശ്രയം ദൈവത്തിൽ മാത്രം, യഹോവയിൽ മാത്രം ആയിരിക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനം 1:1 നിങ്ങൾക്ക് ആ വാക്യങ്ങൾ അറിയാവുന്ന, ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാതെയും നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അവൻ്റെ ന്യായപ്രകാരം രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. യഹോവയിൽ ആശ്രയിച്ച് യഹോവയുടെ വഴിയിൽ നടക്കുക. സ്തോത്രം, ആമേൻ. രണ്ടാമതായിട്ട് എസെക്കിയേൽ 12:2 എസെക്കിയേൽ 47:12 എഴുതിയെടുക്കുന്നവർക്ക് വേണ്ടി, നദീതീരത്ത് ഇക്കരെയും അക്കരെയും തിന്മാൻ തക്ക ഫലമുള്ള സകല വൃക്ഷങ്ങളും വളരും. അവയുടെ ഇല വാടുകയില്ല, ഫലമില്ലാതെ പോകുകയുമില്ല. അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും. സ്തോത്രം. അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്കും ഉതക്കും. വിശുദ്ധ മന്ദിരത്തിൽ നിന്നായിരിക്കണം ഒഴുകുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യം യഹോവയുടെ ചിറകിൻ കീഴിൽ വസിക്കുകയും ആമേൻ അല്ലേ. 91 സങ്കീർത്തനം. നമ്മുടെ വാസം എല്ലായ്പ്പോഴും യഹോവയുടെ ചിറകിൻ കീഴിലായിരിക്കണം. സ്തോത്രം. അവനിൽ നിന്ന് ഉത്ഭവിക്കുന്നതായിരിക്കണം നമ്മിൽ നിന്നും ഉത്ഭവിക്കേണ്ടത്. സ്തോത്രം. ദൈവ സാന്നിധ്യം. സ്തോത്രം. വിശുദ്ധ മന്ദിരത്തിൽ നിന്നെന്ന് പറയുമ്പോൾ ദൈവ സാന്നിധ്യത്തിൽ നാം വസിക്കുന്നവരായിരിക്കണം. നമ്മുടെ 24 മണിക്കൂറും സ്തോത്രം നമ്മുടെ കിടക്കുന്നതായ സമയത്തും ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതം. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. അത് വിശുദ്ധിയുള്ളതായിരിക്കും. കർത്താവായ യേശു പറഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. വിശുദ്ധിയിൽ നിന്ന് ജനിച്ചത് എല്ലായ്പ്പോഴും വിശുദ്ധിയുള്ളതായിരിക്കും. സ്തോത്രം, ആമേൻ. നമ്മുടെ പിതാവ് വിശുദ്ധനാകിയാൽ നമ്മളും വിശുദ്ധരായിരിക്കും. എനിക്കൊരു കുഞ്ഞുണ്ടായി, അയലോക്കത്തുകാരൻ്റെ കൂട്ടാ കൊച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങളൊക്കെ എന്തോ പറയും അല്ലേ? അപ്പോൾ നമ്മളുടെ രൂപം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മുടെ അപ്പനെ പോലെ, അപ്പനിൽ നിന്ന് ജനിച്ചു എന്ന് നാം പറയുന്നുവെങ്കിൽ ഏറെക്കുറെയെങ്കിലുമൊക്കെ അപ്പൻ്റെ രൂപം നമ്മളിൽ കാണുവാൻ ദൈവം നമുക്ക് ഇടയാക്കട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിൻ്റെ പക്കൽ ജീവൻ്റെ ഉറവുണ്ടല്ലോ. യോഹന്നാൻ്റെ സുവിശേഷത്തിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയും പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ ചത്തതോ കെട്ടതോ വാടയേറുന്നതോ ആയ നദികളല്ല, ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുവാൻ, വിശുദ്ധിയിൽ ജീവിക്കുന്നൊരു ജീവിതമായി തീരുവാൻ ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മെ തന്നെ ശോധന ചെയ്യുന്നവരായി തീരാം. സ്തോത്രം. മൂന്നാമതായി മത്തായി 3:13 വിതയ്ക്കുന്നവൻ്റെ ഉപമ. നിങ്ങൾക്ക് ഈ സഭയ്ക്ക് വചനം നന്നായി അറിയാവുന്നതുകൊണ്ട് ഞാൻ വിസ്തരിച്ച് പറയുന്നില്ല. വിതയ്ക്കുന്നതിൻ്റെ ഉപമ 13:8 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മറ്റു ചിലത് നല്ല നിലത്ത് വീണു, 100, 60, 30 മേനിയായി വിളഞ്ഞു. നല്ല നിലം എന്ന് പറഞ്ഞാൽ ഒരുക്കിയ നിലം. നമുക്ക് മിക്കവരും കൃഷിയൊക്കെ കണ്ടിട്ടുള്ളവരാണല്ലോ. ഇപ്പോൾ കൃഷി ചെയ്യുന്നവരധികമില്ല, എങ്കിലും കൃഷി ചെയ്യുന്നത് കണ്ടിട്ടുണ്ടല്ലോ. നിലം ഉഴുത് മറിച്ച് അതിനകത്ത് കല്ലുണ്ടെങ്കിലോ മുള്ളുണ്ടെങ്കിലോ വലിയ വേരുകൾ അങ്ങനെയൊക്കെയുള്ളത് പലതും ഉണ്ടെങ്കിൽ അതിനെ ഉഴുതു മറിച്ച് എടുത്തു മാറ്റി വൃത്തിയാക്കിയിട്ടാണ് വിത്ത് വിതയ്ക്കുന്നത്. നമ്മുടെ ഹൃദയത്തിന് ദൈവവചനം കേൾക്കുന്നതിന് മുൻപേ, ദൈവവചനം നാം ഗ്രഹിക്കുന്നതിന് മുൻപേ, സ്തോത്രം, നമ്മുടെ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ആ സമയത്ത് നമ്മുടെ അകത്ത് നമ്മെ തന്നെ നാം ശോധന ചെയ്യുന്നവരാണ്. അഹങ്കാരം, ദേഷ്യം, ഈർഷ്യ, നുണ പറച്ചിൽ അല്ലേ, തിരിച്ചു പറച്ചിൽ,
ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ നമ്മളിലുണ്ടോ? ഇങ്ങനെയുള്ള വേര് മുള്ള് കയ്പായ വല്ല വേരും നമ്മളിലുണ്ടോ എന്ന് ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. അങ്ങനെയെങ്കിൽ ദൈവത്തോട് പറയാം, കർത്താവേ, ഇന്ന് തിരുവചനത്താൽ എന്നെ ഒന്ന് ഉഴുത് മറിച്ച് കർത്താവേ എന്നെ നല്ല നിലമാക്കി തീർക്കണമേ എന്ന് ദൈവത്തോട് പറയാം. അതുകൊണ്ടാണ് മർക്കോസ് 4:20 പറയുന്നുണ്ട്, നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് തന്നെ. പ്രൈസലോ, ദൈവവചനം കേൾക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്താൽ അത് ചെയ്യുന്നവരായിരിക്കണം. സ്തോത്രം. നാം ഫലം കായ്ക്കണമെങ്കിൽ ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണം. അതുകൊണ്ടാണ് യാക്കോബ് 1:22 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായിരിപ്പീൻ. നാം പ്രസംഗിക്കുന്നവരോ ദൈവവചനം മറ്റുള്ളവരെ കേൾപ്പിക്കുന്നവരോ വായിക്കുന്നവരോ ആയിട്ടല്ല, നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവവചനം, സ്തോത്രം, കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, സത്യമായിട്ട് നടക്കാനുള്ള വഴി യേശു ക്രിസ്തു മാത്രമാണ്. നേരെ ചൊവ്വേ നീതിയായിട്ട് നടക്കാനുള്ള ഒരൊറ്റ വഴി ഉണ്ടെങ്കിൽ യേശുവിൻ്റെ വഴി മാത്രമാണ്. സ്തോത്രം. ആകയാൽ ആ വഴിയിൽ തന്നെ നടക്കുവാനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഇന്ന് പകൽക്കാലം ഏൽപ്പിക്കാം. സ്തോത്രം. എൻ്റെ ഉദാഹരണത്തിന് എൻ്റെ ജീവിതത്തിനകത്തെ ഒരു അനുഭവം പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ കുറേയൊക്കെ അറിയാവുന്നതാണ്, അതുകൊണ്ട് ധാരാളം പറയുന്നില്ല. ഞങ്ങൾ വിവാഹം കഴിഞ്ഞ സമയത്ത് എൻ്റെ ഭർത്താവിന് എന്നെ ഇഷ്ടമല്ലായിരുന്നു, കാണാൻ കൊള്ളത്തില്ല, നീളമില്ലെന്നൊക്കെ പറയുമായിരുന്നു. എന്നാൽ ദൈവം അദ്ദേഹത്തെ തൊട്ടു, കണ്ണിനൊരു സർജറിയൊക്കെ ചെയ്തു, വ്യത്യാസം വരുത്തി, ഇപ്പം സുന്ദരിയാണെന്നാണ് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. കുടുംബജീവിതത്തിനകത്ത് ദൈവത്തിന് വ്യത്യാസം വരുത്താനൊക്കും. സത്യമായിട്ട് നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന സമയത്ത് അവൻ നമുക്ക് ഉത്തരം തരും. അന്നേരം ഒരു 4-5 വർഷം ഞാൻ ഒരിക്കലും ഒന്നും തിരിച്ചു പറയത്തില്ലായിരുന്നു. പക്ഷേ സുവിശേഷ വേലയ്ക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാനും വിചാരിച്ച് ഞാനും അത്ര മോശക്കാരിയല്ലല്ലോ എന്ന്. ഇതൊക്കെ എല്ലാത്തിനും ഇങ്ങനെ കുറ്റം പറയുന്നത് കണ്ടപ്പോൾ ഞാനും വിചാരിച്ച് ഞാനും ഇനി തിരിച്ചു പറയും. അങ്ങനെ തിരിച്ചു പറച്ചിൽ തുടങ്ങി. തിരിച്ചു പറച്ചിൽ പറഞ്ഞു കഴിയുമ്പം പിന്നെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴേ ദൈവവചനം വായിക്കുമ്പോഴൊക്കെ ഒരു കുറ്റബോധവും വിഷമവും ഒക്കെ ഉണ്ട്. കാരണം എൻ്റെ പ്രാർത്ഥന, കർത്താവേ നിന്നെപ്പോലെ എന്നെ ആക്കി തീർക്കണേ, നിന്നെപ്പോലെ എന്നെ ആക്കി തീർക്കണേ എന്ന പ്രാർത്ഥന. പക്ഷേ ഞാൻ ഇന്ന് തീരുമാനിക്കും, നാളെ പറയത്തില്ല, പക്ഷേ അന്നെന്തേലും പറയുന്നുണ്ടെങ്കിൽ 2 ഇരട്ടി പറയും. അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു. എന്നാൽ ഞാൻ ദൈവവചനം വായിക്കുന്ന സമയത്ത്, നിൻ്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അത് ചൂന്ന് കളക, നിൻ്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അത് വെട്ടിക്കളക. നിങ്ങൾക്ക് ഭാഗം അറിയാവുന്നതുകൊണ്ട് മുഴുവൻ പറയുന്നില്ല. അങ്ങനെ ഒറ്റക്കണ്ണനായി സ്വർഗരാജ്യത്തിൽ പോകുന്നത്. ഞാൻ ദൈവത്തോട് പറഞ്ഞ, കർത്താവ്, എൻ്റെ നാവാണ് എനിക്ക് ദോഷം ചെയ്യുന്നത് അല്ലേ. അങ്ങനെ ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ആത്മാർത്ഥമായിട്ടാണ് പ്രാർത്ഥിച്ചത്. അല്ല ദൈവത്തെ കളിപ്പിക്കാനോ വേറെ ആരെയും കേൾപ്പിക്കാനോ ഒന്നുമല്ല പ്രാർത്ഥിച്ചു. കർത്താവ്, എൻ്റെ നാവ് അങ്ങ് താണു പോയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു, താണു പോകട്ടെ കർത്താവ് എന്ന്. പക്ഷേ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടു, ഉത്തരം തന്നില്ല, എൻ്റെ നാവ് താണില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു ദുസ്വഭാവം കിട്ടി. പിശാചാണ് തന്ന, ദൈവമല്ല തരുന്നത്. നല്ല വിത്താണ് കർത്താവിൻ്റെ കയ്യിലുള്ളത്. അത് പിന്നെ ഒന്നും തിരിച്ചു പറയത്തില്ല. അത് കഴിയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇപ്പം എനിക്കറിയത്തില്ല അത് ചെയ്യാൻ. ഇങ്ങനെ പല്ല് കടിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഒന്നും പറയത്തില്ല, തിരിച്ചു പറയത്തില്ല, പക്ഷേ ഇങ്ങനെ നിൽക്കും. ഒരു മീറ്റിങ്ങിന് 2-3 മാസം കഴിഞ്ഞ ഒരു മീറ്റിങ്ങിന് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പറയുക, പല്ലുകടിയും കരച്ചിലും നരകത്തിൽ അത്രയെന്ന്. അയ്യോ, ഞാൻ പറഞ്ഞ കർത്താവേ, ഞാൻ ഇന്നും നരകത്തിലാണോ? പല്ല് കടിക്കുന്ന സ്വഭാവമുണ്ടോ? തിരിച്ചു പറയുന്ന സ്വഭാവമുണ്ടോ? എങ്കിൽ ഇന്ന് ദൈവസന്നിധിയിൽ ദൈവത്തോട് പറഞ്ഞാട്ടെ, കർത്താവേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ കർത്താവേ. എൻ്റെ കഴിവിനാലൊക്കുകയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വസിക്കുന്ന ആ സമയത്ത് നമ്മുടെ ജീവിതത്തിന് ദൈവവചനത്താൽ അവൻ നമുക്ക് ശക്തി തരിക തന്നെ ചെയ്യും. സ്തോത്രം. നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ, കർത്താവേ, നിനക്ക് വേണ്ടി ഫലം കായ്ക്കുവാൻ തക്കോണം ദൈവത്തിൻ്റെ ആത്മാവേ, നീ എനിക്ക് സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 4-മതായിട്ട് യോഹന്നാൻ 12:24. യോഹന്നാൻ 12:24. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചാകുന്നു എങ്കിലോ വളരെ വിളവുണ്ടാകും. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. എന്ന് വെച്ചാൽ നാം സ്വയം ഇല്ലാതാകണം.
നമ്മുടെ ജീവിതത്തിനകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് സ്വയം, അല്ലേ? ഞാൻ എന്നുള്ളതാണ് നമുക്ക് എപ്പോഴും പൊങ്ങി നിൽക്കുന്നത്. സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നാം സ്വയം ഇല്ലാതെയാകുക. സ്തോത്രം. എൻ്റെ ജീവിതത്തിനകത്തെ ഒരനുഭവം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഏറ്റവും ആഗ്രഹം, എൻ്റെ ചെറുപ്പത്തിൽ മുതലുള്ള ഒരു സ്വപ്നം എന്തുമായിരുന്നു അറിയാമോ? ഒരു മാതൃകാധ്യാപികയായിട്ട്, ഒരു അധ്യാപികയായിട്ട് ജോലി ചെയ്യണമെന്നായിരുന്നു. ഞാനൊരു ട്രെയിൻഡ് ടീച്ചറായിരുന്നു. എന്നാൽ എൻ്റെ ഭർത്താവ് ദൈവമില്ല എന്ന് പറഞ്ഞു എന്നോട് ചോദിക്കുമായിരുന്നു. പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നോട് ചോദിക്കുമായിരുന്നു, ആത്മാവെന്നൊരു മാവുണ്ടോ, ആ മാവേ കയറി മാങ്ങ പറിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ തൊട്ടിട്ട് അദ്ദേഹത്തിന് വ്യത്യാസം വരുത്തി. സ്തോത്രം. ഹല്ലേലൂയ. എന്നേക്കാൾ കൂടുതൽ വേഗത്തിൽ ഓടുന്നൊരു വ്യക്തിയാക്കി തീർത്തു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് വേഗത്തിൽ, ധൃതിയിൽ ആത്മാവെന്ന മാവിനെ മാങ്ങ പറിക്കാനായിട്ട് നടക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി. സ്തോത്രം. എന്നാൽ ആ സമയത്ത് അദ്ദേഹം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് വളരെ വേഗത്തിലാണ് വളർന്നത്. ഞാൻ വളരെ പതുക്കെ പോകുന്ന ആളാണ് കേട്ടോ. അദ്ദേഹം വളരെ വേഗത്തിൽ. അത് കഴിഞ്ഞുടനെ എന്നോട് പറഞ്ഞു, സുവിശേഷ വേലയ്ക്ക് പോകണം. എനിക്കൊരു എഴുത്തെഴുതി ഞാൻ നാട്ടിൽ വന്നു, ഒരു അധ്യാപികയായിട്ട് ജോലി ചെയ്യാമെന്നുള്ള ചിന്തയോടുകൂടി. ആ സമയത്ത് എനിക്കൊരു എഴുത്ത് വന്നു, ഞാൻ സുവിശേഷ വേലയ്ക്കായിട്ട് എൻ്റെ ജോലി രാജിവെച്ചിട്ട് പോവുകയാണ്, തനിക്കിഷ്ടമുണ്ടെങ്കിൽ എന്നോടൊപ്പം വരാമെന്ന് പറഞ്ഞു. എന്നാൽ അതിനെന്ത് മറുപടി കൊടുക്കണമെന്ന്, കാരണം അധ്യാപികയായിട്ട് ജോലി ചെയ്യുക, കുഞ്ഞിനെ 5 വർഷം കൊണ്ടില്ലാതിരുന്നിട്ടുണ്ടായ ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞിനെ പഠിപ്പിച്ചൊരു മെഡിക്കൽ ഡോക്ടറാകണമൊക്കെ, മിഷണറി ഡോക്ടറാക്കണമെന്നായിരുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം. സ്തോത്രം. ആകയാൽ അതായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അതുകൊണ്ട് ഞാൻ മറുപടി കൊടുത്തില്ല. എൻ്റെ എഴുത്ത്, എൻ്റെ പിതാവ് ചെറുപ്പത്തിലെ ഞാൻ മരിച്ചു പോയതുകൊണ്ട് എൻ്റെ മൂത്ത സഹോദരനാണ് എന്നെ വളർത്തിക്കൊണ്ടുവന്നത്. അദ്ദേഹം ഒരു അധ്യാപകനുമായിരുന്നു. എന്നെ വളരെയേറെ സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു. ആ എഴുത്ത് ഞാൻ അദ്ദേഹത്തെ കാണിച്ചു. അന്നേരം അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ മോളെ, നിനക്ക് സുവിശേഷ വേല ചെയ്യാനുള്ള തൊലിക്കട്ടിയില്ല. എനിക്കറിയത്തില്ലായിരുന്നു തൊലിക്കട്ടി വേണം സുവിശേഷ വേല ചെയ്യാനെന്ന്. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും നീ കരയുന്ന കൊച്ചാണ്, നിന്നെ കൊണ്ടതൊക്കത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഒരു അധ്യാപികയായിട്ട് ജോലി ചെയ്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്നതായ ശമ്പളത്തിൽ കുറച്ച് വടക്കേ ഇന്ത്യയിലെ സുവിശേഷ വേലയ്ക്ക് അയച്ചു കൊടുക്കുക, അതാണ് നല്ലത്. നിനക്ക് കുഞ്ഞിനെ നോക്കി ഇവിടെ ജീവിക്കാനും ഒക്കെ നല്ലൊരു ഉപദേശമായിട്ട് തോന്നി. പക്ഷേ എൻ്റെ അകത്തൊരു ഇതില്ലാഞ്ഞതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് മറുപടിയൊന്നും അയച്ചില്ല. 2 ആഴ്ചയായി എൻ്റെ മറുപടി കിട്ടാതായപ്പം അദ്ദേഹം എൻ്റെ സഹോദരനൊരു എഴുത്തെഴുതി. സ്കൂളിലെ അഡ്രസ്സിനകത്ത് അദ്ദേഹം ഒരു എഴുത്തെഴുതി. ലില്ലി എന്നോടൊപ്പം പ്രവർത്തിക്കുന്നതായ ഒരു പട്ടാളക്കാരൻ കുടുംബമായി നാട്ടിൽ വരുന്നുണ്ട്. ലില്ലി വടക്കേ ഇന്ത്യക്ക് സുവിശേഷ വേലയ്ക്ക് വേണ്ടി വരുന്നെങ്കിൽ അവരോടൊപ്പം ടിക്കറ്റ് ബുക്ക് ചെയ്ത് അയക്കണമെന്ന് പറഞ്ഞു. ഇത് വായിച്ചപ്പോഴേ അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് ഹൃദയത്തിനകത്ത് വിഷമമായി. കാരണം എന്നെ യാതൊരു വിധത്തിലും എനിക്ക് വിഷമം ഉണ്ടാകരുത് എന്ന് ചിന്തിക്കുന്ന, എന്നെ വളരെ സ്നേഹിച്ച് വളർത്തിയൊരു സഹോദരി, കൊച്ചുപങ്ങൾ കഷ്ടപ്പെടേണ്ടി വരുമല്ലോ, കാണാനൊക്കത്തില്ലല്ലോ പിന്നെ എന്നുള്ള ഒരു ചിന്തയിൽ അദ്ദേഹം വളരെ വിഷമമായിട്ട് വൈകിട്ട് 7 മണിയാകാറായപ്പോഴും വീട്ടിലെത്തി വന്നോടനെ എന്നോട് പറഞ്ഞു, നിൻ്റെ ഭർത്താവിൻ്റെ എഴുത്ത് വന്നിട്ടുണ്ട്, നീ സുവിശേഷ വേലയ്ക്കായിട്ട് വടക്കേ ഇന്ത്യക്ക് പോകുന്നോ, എന്തുവാ നിൻ്റെ തീരുമാനം? ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. എൻ്റെ അടുത്ത് ദേഷ്യപ്പെടാത്ത എൻ്റെ സഹോദരൻ, ശബ്ദമുയർത്തി സംസാരിക്കാത്ത എൻ്റെ സഹോദരൻ എന്നോട് പറഞ്ഞു, നിനക്കല്ലെങ്കിൽ പിന്നെ ആർക്കാണ് അറിയാവുന്നത്, നാളെ നേരം വെളുക്കുമ്പം എന്നോട് ഉത്തരം പറഞ്ഞോണമെന്ന് പറഞ്ഞു. അത് മതിയായിരുന്നു എനിക്ക് കരയാൻ. തന്നെയുമല്ല, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെല്ലാം, പ്രത്യേകിച്ച് അമ്മച്ചി, അദ്ദേഹം സ്നാനപ്പെട്ടതൊക്കെ മർത്തോമാക്കാരി വന്നിട്ടാണ് സ്നാനപ്പെടുത്തിയത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മാനസാന്തരപ്പെട്ടതിൻ്റെ കുറ്റമെല്ലാം എൻ്റെ തലയിലായിരുന്നു. അന്നൊന്നും അത്രയും ഒന്നും വഹിക്കാനുള്ള മനക്കെട്ടി എനിക്കില്ലായിരുന്നു. ഞാൻ കരഞ്ഞ് കിടന്നു, ഉറങ്ങിപ്പോയി. രാത്രിയിൽ എന്നെ ആരോ തട്ടി ഉണർത്തുന്നത് പോലെ നോക്കി. ഉണർന്നു കഴിഞ്ഞ് പിന്നീടാണ് ഞാൻ സമയം നോക്കിയത്. ആ സമയത്ത് 3 മണിയായി. ഞാൻ വിചാരിച്ചു എൻ്റെ സഹോദരനായിരിക്കും. സാധാരണ ഞാൻ കരയോ എല്ലാം ചെയ്താൽ, വിഷമിച്ച് കിടന്നാൽ എൻ്റെ സഹോദരൻ എന്നെ വന്ന് കണ്ണുനീരൊക്കെ തുടച്ചിട്ട് ഉമ്മയൊക്കെ തരുന്നൊരു സഹോദരനാണ്. നേരെ അദ്ദേഹമായിരിക്കുമെന്ന് കരുതിയിട്ട് ഞാൻ നോക്കിയപ്പോഴും മുറിയുടെ വാതിലടച്ചിരിക്കുകയാണ്, ആരുമില്ല. ഞാനിങ്ങനെ പറഞ്ഞ, കർത്താവേ, നീ ആണെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ മനസ്സില്ല, ഞാൻ പ്രാർത്ഥിക്കത്തില്ല. എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ തിരുവചനത്തിൽ കൂടെ എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവത്തിൻ്റെ വചനം ഞാൻ വായിക്കുന്നതായ സമയത്ത് ഇരമ്യാവ് 45:5 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നീ നിനക്കായിട്ട് വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവോ, ഒരു നാളും അരുത്. ഞാൻ സകല ജഡത്തിനും അനർത്ഥം വരുത്തും, എങ്കിലും നീ എവിടെ പോയാലും നിന്റെ ജീവൻ കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും എന്ന് നീ ചെന്ന് അവനോട് പറക.
പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എൻ്റെ സഹോദരനോട് എന്തു പറയുമെന്നുള്ളതായ വേദനയിലാണ് ഞാൻ കിടന്നത്. നമ്മുടെ ജീവിതത്തിനകത്ത് നിരങ്ങുന്നതായ സമയത്ത്, മറ്റാരുമില്ലാത്ത സമയത്ത് നാം ദൈവത്തോട് നിലവിളി, നമ്മുടെ ഹൃദയത്തെ അറിയുന്നവനായ ഒരു ദൈവം, സ്തോത്രം, നമുക്ക് ഉത്തരം തരുളുന്നവനാണ്, സ്തോത്രം, ഹല്ലേലൂയ. രാവിലെ ചെന്ന് ഞാൻ എൻ്റെ സഹോദരനോട് പറഞ്ഞു, അദ്ദേഹം മാനസാന്തരപ്പെട്ട ഒരു നല്ല മർത്തോമാക്ക് ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനിയായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, മോളെ, ജോൺ ബെനിയനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ലോർഡ്, മൈ പുവർ വൈഫ് ആൻഡ് മൈ ഡെഫ് ചൈൽഡ്, യെറ്റ് ഐ ഗോ. എൻ്റെ പാവപ്പെട്ട ഭാര്യയും ചെവി കേൾക്കാൻ വയ്യാത്ത എൻ്റെ മകനും, എങ്കിലും ഞാൻ പോകുന്നു എന്നുള്ള വാക്ക് എൻ്റെ അകത്ത് കുറച്ച് ഉത്തേജനം തന്നു. ഞാൻ എൻ്റെ സഹോദരനോട് പറഞ്ഞു, അച്ചാച്ചാ, ഞാൻ വടക്കേ ഇന്ത്യക്ക് പോവുകയാണെന്ന്. അങ്ങനെ വടക്കേ ഇന്ത്യക്ക് പോയി എൻ്റെ സ്വപ്നങ്ങളെ കുഴിച്ചിട്ടു, ഞാൻ എന്ന ഗോതമ്പ് മണിയെ കുഴിച്ചിട്ടു, സ്തോത്രം, ഹല്ലേലൂയ. അത് ചത്തതിനാൽ, എൻ്റെ സ്വപ്നങ്ങളെ കുഴിച്ചിട്ടതിനാൽ ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ ക്ലീർക്കുവാൻ ദൈവം സഹായിച്ചു. വടക്കേ ഇന്ത്യയിൽ, സ്തോത്രം, ഹല്ലേലൂയ, 10,000-ൽ കൂടുതൽ സഭകളെ സ്ഥാപിക്കുവാൻ തക്കോണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കഴിവില്ലാത്ത ഞങ്ങളോടുകൂടെ, വചനമറിയാത്ത ഞങ്ങളോടുകൂടെ നിന്ന് സഹായിച്ചു, സ്തോത്രം, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം നല്ലവനാണ്, സ്തോത്രം, ഹല്ലേലൂയ. നാം സ്വയം ചാകുന്നു എങ്കിൽ തീർച്ചയായിട്ടും നാം ഫലം കായ്ക്കുക തന്നെ ചെയ്യും, സ്തോത്രം. 5-ാമതായിട്ട് യോഹന്നാൻ 15:2, എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും ചെത്തി വെടിപ്പാക്കുന്നു, സ്തോത്രം. എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും ചെത്തി വെടിപ്പാക്കുന്നു, സ്തോത്രം. ഒരു ഉദാഹരണം കൂടെ, അനുഭവം കൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. 1989 ഞങ്ങളുടെ ജീവിതത്തിനകത്ത് തുടർച്ചയായിട്ട് 3 ദിവസത്തെ പട്ടിണിയുണ്ടായി. ആദ്യത്തെ ദിവസം രണ്ടാമത്തെ കുഞ്ഞുങ്ങൾ 6 വയസ്സും 9 വയസ്സുമുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു ദോശയുണ്ടാക്കി, ഗോതമ്പിൻ്റെ ദോശ ഉണ്ടാക്കി കൊടുത്തു വിടാനുള്ള മാവുണ്ടായിരുന്നു. ബാക്കി മൂത്തവർ 3 പേരും ആഹാരം കഴിക്കാതെ സ്കൂളിൽ പോയി. അവർ പോയി കഴിഞ്ഞുണ്ടെങ്കിൽ ഞാനിരുന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, നീ ബാലസിംഹങ്ങളും ഇരകെട്ടാതെ വിശന്നിരിക്കുമെങ്കിലും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. യഹോവയുടെ ചെവി നീതിമാനുള്ള പ്രാർത്ഥനയ്ക്ക് ചായിച്ചിരിക്കുന്നു. വാക്യങ്ങളൊക്കെ കോട്ടി എഴുതി ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അടുത്ത ദിവസമായപ്പോഴും കുഞ്ഞുങ്ങളൊന്നുമില്ലാതെ, ആർക്കും ഒന്നും കഴിക്കാനില്ലാതെ പോയ സമയത്ത് എൻ്റെ ഹൃദയത്തിനകത്ത് ചില വിഷമങ്ങൾ വന്നു. ഞാൻ വിചാരിച്ച് ഈ കുഞ്ഞുങ്ങൾ എന്തെങ്കിലുമൊക്കെ തിരിച്ചു ചോദിച്ചാൽ, 17 വർഷമായി, 17 സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ട് 15 വർഷം, ആ സമയത്ത് എന്നോട് ചോദിച്ചു, 15 വർഷം എന്നോട് ചോദിച്ചു, ആ സമയത്ത് എൻ്റെ തലയിൽ ഇങ്ങനെ, കുഞ്ഞുങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ, ഇതിന് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പേ ചിന്തിക്കണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചാൽ എന്തുത്തരം പറയുമെന്നുള്ളൊരു പരവേശം. ഞാൻ രാത്രിയിൽ ഉറങ്ങിയില്ല. രാവിലെ ആയപ്പോൾ ഞാൻ എഴുന്നേറ്റ്, എനിക്ക് കൊച്ചു കുഞ്ഞിനെ പോലും തയ്യാറാക്കാനുള്ളൊരു ആരോഗ്യമല്ല, ഒരു എനർജി എന്ന് പറയും, എന്തോ അതിന് പറയുന്നതെന്ന് മലയാളത്തിൽ ഓർമ്മ വരുന്നില്ല. അതില്ലാതായിട്ട് ഞാനിങ്ങനെ മുമ്പിലത്തെ റൂമിൽ ഇങ്ങനെ താടിക്ക് കയ്യും കൊടുത്ത് ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മോളന്ന് 15 വയസ്സുണ്ട്. അവൾ കുഞ്ഞിനെ തയ്യാറാക്കിയിട്ട് അവൾ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് കണ്ടില്ല. കാണാഞ്ഞപ്പോൾ മുമ്പിലത്തെ റൂമിൽ വന്നപ്പോൾ ഞാനിങ്ങനെ താടിക്കും കയ്യും നോക്കി കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്നു. അത് കണ്ടോടനെ എന്നോട് ചോദിച്ചു, മം, വൈ ആർ യു സോ വറീഡ്? ദ ലോർഡ് ഹു ലെഡ് us for the last 17 years will lead us for the coming years. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതൊരു തീപ്പൊരി പ്രസംഗമായിരുന്നു എനിക്ക്, സ്തോത്രം, ഹല്ലേലൂയ. കഴിഞ്ഞ 17 വർഷക്കാലം നമ്മളെ നടത്തിയവനായ ദൈവം ഇനി നടത്തുവാൻ വിശ്വസ്തനാണെന്ന് അവൾ എന്നോട് പറഞ്ഞു, സ്തോത്രം, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞിട്ട് പോയി ഞാൻ ദൈവവചനം ധ്യാനിച്ച് കുഞ്ഞുങ്ങളെ രാവിലെ ഒന്നും കൊടുക്കാതെ പറഞ്ഞു വിട്ടു. അയച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 7 മണിക്ക് ഒരു ഫോൺ വന്നു. ഒരു ഡോക്ടർ ഗ്രേസിൻ്റേത്, ഒരു സിംഗപ്പൂരിലുള്ളതാണ്. ഞങ്ങളാണ് പഞ്ചാബിൽ വെച്ച് സ്നാനപ്പെടുത്തിയത്. അവർ ഞാൻ ഡൽഹിയിലുണ്ട്, നിങ്ങളോടൊപ്പം ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ വരുന്നെന്ന്. ഞാൻ ആകെപ്പാടെ വിഷമിച്ചു. കർത്താവെ, എന്തോ ചെയ്യും, എന്തോ കൊടുക്കുമെന്നുള്ളത്. ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് കണക്ക് കൂട്ടിയപ്പോഴേ 250 ഗ്രാം അരി, പിന്നെ 100 ഗ്രാം വെളിച്ചെണ്ണ, അങ്ങനെ ഞാൻ കുറച്ച് കണക്ക് കൂട്ടി കഴിഞ്ഞുണ്ടെങ്കിൽ എനിക്ക് 30 രൂപയുണ്ടെങ്കിൽ എനിക്ക് സുഖമായിട്ട് ഒരാളിന് നല്ല ആഹാരം കൊടുക്കാനൊക്കെ. ഞാൻ പറഞ്ഞു, കർത്താവേ, 30 രൂപ തരണേ കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ അങ്ങനെ വ്യക്തമായിട്ടൊന്നും അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവത്തോട്, കർത്താവെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട്, പക്ഷേ 30 രൂപ തരണമേ എന്ന് പറഞ്ഞ് അന്ന് പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞുടനെ കുറച്ച് സമയം കഴിഞ്ഞുടനെ ഒരു സഹോദരി 86 മുതൽ എൻ്റെ അടുത്ത് വരുന്നതാണ്. പക്ഷേ ഒരിക്കൽ പോലും, നല്ല കുടുംബത്തിലെയാണ്, നല്ല പഠിത്തമുള്ളതാണ്, അവരുടെ ഭർത്താവും നല്ല പഠിത്തമുള്ളത്, പക്ഷേ യാതൊരു
അദ്ദേഹം വാ തുറന്നാൽ ചീത്തയെ പറയത്തുള്ളൂ, അടിക്കുന്നു. അങ്ങനത്തെ ഒരു കുടുംബസമാധാനമില്ലാത്തൊരു കുടുംബമാണ്. അന്നേരം അവർ വിഷമം അനുഭവിക്കുന്ന സമയത്തെല്ലാം ഓടി എൻ്റെ അടുത്താണ് വരുന്നത്, എൻ്റെ അടുത്തുനിന്ന് ഒരല്പം ആശ്വാസവും പ്രാർത്ഥനയ്ക്കുമായിട്ട്. അങ്ങനെ അവർ സാധാരണ വന്നാൽ 2 മണിക്കൂറെങ്കിലും ഇരുന്നിട്ടേ പോകത്തുള്ളൂ. അവർ താഴെ നിന്ന് എന്നെ വിളിച്ച് ലില്ലി ചേച്ചിന്ന്. ആ ശബ്ദം കേട്ടപ്പോഴേ എനിക്ക് വിഷമം, കർത്താവേ എന്തോ ചെയ്യും, 2 മണിക്കൂർ ഇരുന്നാൽ എന്തോ ചെയ്യും, എന്തോ ഇങ്ങനെ ഇരുത്. ഉടനെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവർ പറയാം, ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലാണ് താമസിക്കുന്നത്, പറയുക ചേച്ചി താഴോട്ടൊന്ന് ഇറങ്ങി വാ, ഇന്ന് എനിക്ക് ഇരിക്കാൻ നേരമില്ല എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ താഴോട്ട് ഇറങ്ങി ചെന്നു, അവർ മുകളിലോട്ട് കയറി ചെന്നു. വന്നുടനെ എൻ്റെ കയ്യിലൊരു പൊതി തന്നു. ഒരു പൊതി എന്നിട്ടൊരു പ്ലാസ്റ്റിക് കവറും തന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായിട്ട് ബാങ്കിൽ പോകണം, പിന്നെ കാണാൻ നമുക്കെന്ന് പറഞ്ഞ് അങ്ങ് പോയി. ഞാൻ ഓടിച്ചെന്ന് കൈ തുറന്ന് നോക്കിയപ്പോഴേ കയ്യിലിരിക്കുന്ന എന്താണെന്ന് തുറന്നു നോക്കിയ സമയത്ത് 30 രൂപ അതിനകത്ത്. ഞാൻ എളുപ്പം പോയി, സ്തോത്രം ഹാല. എന്നിട്ട് അതിനകത്ത് നോക്കിയപ്പോൾ ചുമന്നുള്ളിയുണ്ട്, ഇച്ചിരി കാന്താരിയുണ്ട്, പപ്പടമുണ്ട്, കപ്പയുണ്ട്. ഞാൻ എളുപ്പം താഴെ ചെന്ന് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു. അവർ വന്നപ്പോഴത്തേക്ക് ആഹാരം ഉണ്ടാക്കി വെച്ചു. 1 മണിയായി. അവർക്ക് ആഹാരം കൊടുക്കാൻ നേരത്ത് അവരെന്നോട് പറഞ്ഞു, ലില്ലിയും കൂടെ ഒന്നിച്ച് വാ, നമുക്ക് ഒന്നിച്ച് കഴിക്കാം. ഞാൻ പറഞ്ഞു വേണ്ട, കുഞ്ഞുങ്ങൾ 2:30 ആകുമ്പം വരും, അവർക്കും അവരുടെ കൂടെ ഞാൻ കഴിച്ചോളാം, അതാണ് എനിക്ക് സന്തോഷമെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് ആഹാരം കൊടുത്ത് അവരെ പറഞ്ഞു വിട്ടു. അവർ പോകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒരു 15,000 രൂപ എടുത്തു തന്നു. 15,000 രൂപ എടുത്തു തന്നു. കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞുങ്ങൾക്കുണ്ടായിരുന്ന ആഹാരം അത് വീതിച്ച് കൊടുത്തിട്ട് ആ 15,000 രൂപ ഓടിക്കൊണ്ടുവന്ന് ഓഫീസിൽ കൊടുത്തു. ഓഫീസിൽ കൊടുത്തു കഴിഞ്ഞ് എൻ്റെ കയ്യിൽ 5 രൂപ അധികം ഉണ്ടായിരുന്നു. തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ കുറച്ച് 1/2 കിലോ ആട്ടയും കുറച്ച് പാലും വാങ്ങുന്ന 2 രൂപയേ ഉള്ളൂ പാലും വാങ്ങിച്ചിട്ട് ഞാൻ വന്നു. കൊണ്ടുവന്ന് രാത്രി കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുത്തു, രാവിലെ ആഹാരം കൊടുത്ത് സ്കൂളിൽ വിട്ടു. ഒരു 8 മണി ആകാറായപ്പോൾ എനിക്ക് ആ ഡോക്ടർ ഗ്രേസിൻ്റെ ഫോണ് എന്നോട് പറഞ്ഞു, ഞാനിന്ന് അങ്ങോട്ട് വരിക, നമുക്ക് ഒന്നിച്ച് ഷോപ്പിങ്ങിന് പോകാമെന്ന്. എൻ്റെ ആകപ്പാടെ വെപ്രാളമായി. കയ്യിലുണ്ടായിരുന്ന 5 രൂപയും തീർന്നു. ഓട്ടോയ്ക്ക് ഓഫീസിൻ്റെ അവിടെ വരെ കൊണ്ടുപോകണമെങ്കിലും എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. ഞാൻ ആകപ്പാടെ വിഷമിച്ചു. പക്ഷേ ഒന്നും പറഞ്ഞില്ല. അവർ വന്നുടനെ പാലിരിപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ചായ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അടുക്കളയിൽ കയറുന്ന സമയത്ത് അന്നൊക്കെ കുറച്ചുകൂടെ അല്ല നല്ലപോലെ വരുമായിരുന്നു. എൻ്റെ അകത്ത് എന്തുവാ ഉള്ളതെന്ന് വെച്ചാൽ അതുപോലെ ഇഞ്ഞ് വെളിയിലും വരുമായിരുന്നു. എൻ്റെ മുഖത്ത് വെപ്രാളം എല്ലാം കണ്ടു. അവരും എൻ്റെ കൂടെ അടുക്കളയിൽ കയറി വന്നു. എൻ്റെ മുഖം ശ്രദ്ധിച്ചു, എൻ്റെ വെപ്രാളം അവർ കണ്ടു. അവിടെ ഇരുന്ന സാധനങ്ങളൊക്കെ തുറന്നു നോക്കിയതായ സമയത്ത് അതിനകത്ത് ഒന്നുമില്ല. ഇത്രയും എണ്ണ എല്ലാം കണ്ടു കഴിയുമ്പോൾ അവർക്ക് ദേഷ്യം വന്നു. ഇന്നലെ ഞാൻ തന്ന രൂപ എന്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങളതുകൊണ്ട് ഓഫീസിൽ കൊടുത്തു. ആര് പറഞ്ഞിട്ടാണ് കൊടുത്തതെന്ന് ചോദിച്ചു. എനിവേ കഥ ചുരുക്കി പറയട്ടെ, അവരെയും കൊണ്ട് നമുക്ക് ഓഫീസിൽ പോകാമെന്ന് പറഞ്ഞു. ഒരു കുറുക്ക് വഴിയുള്ളതിൽ കൂടെ നടന്ന് ഓഫീസിൽ ചെന്നു. ഇന്നും ആ AT ജോസ് തിരുവല്ലയിൽ ജീവനോടിരിപ്പുണ്ട്. അന്ന് അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ അക്കൗണ്ടൻറ്റ്. അവിടെ ചെന്ന് അദ്ദേഹത്തോട് അവർ പറഞ്ഞു റെസീറ്റ് അടിച്ചെങ്കിൽ ആ റെസീറ്റ് ക്യാൻസൽ ചെയ്തിട്ട് 15,000 രൂപ തരാൻ പറഞ്ഞു. അങ്ങനെ ആ 15,000 രൂപ 89 സ്തോത്രം ദൈവം എൻ്റെ കയ്യിൽ തന്നു. സ്തോത്രം. എന്നിട്ട് പറഞ്ഞത് നിങ്ങളുടെ കുടുംബത്തിന് ആവശ്യത്തിന്. രാവിലെ ഞാൻ തിരുവചനം വായിക്കുന്നതായ സമയത്ത് ദൈവത്തിൻ്റെ വചനം എന്നോട് ഇടപെട്ടു. സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടു. യെശയ്യാവ് 33:15 നീതിയായി നടന്ന് നേർ പറയുകയും പീഡനത്താലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈകുടഞ്ഞു കളയും രക്തപാതകത്തെക്കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവി പൊത്തുകയും ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണ് അടച്ചു കളയുകയും ചെയ്യുന്നവൻ, ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും. പാറക്കോട്ടകൾ അവൻ്റെ അഭയസ്ഥാനമായിരിക്കും. അവൻ്റെ അപ്പം അവന് കിട്ടും, അവന് വെള്ളം മുട്ടിപ്പോകുകയുമില്ല. നിന്റെ കണ്ണ് രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടെ ദർശിക്കും, വിശാലമായ ഒരു ദേശം കാണും. ദൈവം രാവിലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവർ വിളിച്ചത്. ഈ വാക്യമാണ് എനിക്ക് ദൈവം തന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ ഇടപെടുവാൻ തുടങ്ങി. ഞാൻ അധികം മറ്റുള്ളവരുടെ കുറ്റമൊന്നും പറഞ്ഞില്ലെങ്കിലും നമ്മളെ വിഷമിപ്പിച്ചവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് കേൾക്കുമ്പം വെളിയിൽ അയ്യോ കഷ്ടമെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അകത്തൊരു സന്തോഷം. അങ്ങനെ തന്നെ വേണം. എന്നെ കുറേ കരയിച്ചതില്ലയോ. അങ്ങനെ നിങ്ങൾക്കാർക്കും അങ്ങനെയൊന്നുമില്ല, നിങ്ങളൊക്കെ നല്ല വിശുദ്ധരായ മനുഷ്യരാണെന്ന് പറയാം. പക്ഷേ ഞാൻ അങ്ങനത്തെ സ്വഭാവമുള്ളൊരു കൂട്ടത്തിലായിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനം വായിക്കുന്ന സമയത്ത് എന്നോട് സംസാരിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണ് അടച്ചു കളയുന്നവൻ. സ്തോത്രം. ഹല്ലേലൂയ. രക്തപാതകത്തെക്കുറിച്ച് കേൾക്കാതെ വണ്ണം മറ്റുള്ളവരുടെ കുറ്റങ്ങളും ദോഷങ്ങളും ഒക്കെ കേൾക്കുവാനുള്ളതായ ഒരു ഇത് അധികം പറഞ്ഞില്ലെങ്കിലും ആ ദോഷത്തെ കണ്ട് മറ്റുള്ളവർക്ക് ദോഷം വരിക, വിഷമിപ്പിച്ചവർക്ക് ദോഷം വരുന്നത് കാണുമ്പോൾ ഒരു ചെറിയ സന്തോഷം.
ദോഷത്തെ കണ്ട് രസിക്കാതെ ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിച്ചു. സ്തോത്രം. അത് കഴിഞ്ഞിട്ടാണ് ഈ ലേഡി വരുന്നതും ഈ പൈസ കിട്ടുന്നതും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം വാക്ക് പറഞ്ഞാൽ അപ്പത്തിനും വെള്ളത്തിനും മുട്ടുണ്ടാകുകയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും അവസാനത്തെ പട്ടിണി 1989 ഡിസംബർ 22 അതിനുശേഷം ഇന്നേ വരെ അപ്പത്തിനോ വെള്ളത്തിനോ മുട്ടുണ്ടായിട്ടില്ല. തന്നെയുമല്ല, സ്തോത്രം, ഹല്ലേലൂയ, അനേകർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. ദൈവം നിങ്ങളോട് എന്തെങ്കിലും വാഗ്ദത്തം പറഞ്ഞാൽ, സ്തോത്രം, പ്രിയപ്പെട്ടവരെ, ദൈവം തീർച്ചയായിട്ടും അത് ചെയ്യുക തന്നെ ചെയ്യും. കഷ്ടത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു. സ്തോത്രം. നമ്മുടെ ജീവിതത്തിനകത്ത് കഷ്ടത വരുന്നതായ സമയത്ത് നാം നമ്മെ തന്നെ ദൈവോചനപ്രകാരം നമ്മെ തന്നെ ശോധന ചെയ്യുന്ന ആ സമയത്ത് ദൈവം നമ്മെ കാണിച്ചു തരുന്ന ഭാഗങ്ങളിൽ നാം നേരെയായാൽ, സ്തോത്രം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. നാം ഫലം കായ്ക്കുന്നവരായി തീരും. യോഹന്നാൻ 15:5 ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. സ്തോത്രം. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ എന്ന് വെച്ചാൽ ഒരു വളരെ ക്ലോസ് റിലേഷൻഷിപ്പ്, കനിഷ്ഠ ബന്ധം, ഒരുറ്റ ബന്ധം, ദൈവവുമായിട്ട്, കർത്താവായ യേശുവുമായിട്ട് ഒരുറ്റ ബന്ധം. ദൈവദാസനോട് പറഞ്ഞ സമയത്ത് ഒരു കൂട്ടുകാരനെ പോലെ, ആമേൻ, ഒരുറ്റ കൂട്ടുകാർ, ആത്മാർത്ഥ കൂട്ടുകാരനെ പോലെ അവനുമായിട്ട് പറ്റിയിരുന്ന് നമുക്ക് എന്ത് പറഞ്ഞാലും നമ്മെ ഒറ്റിക്കൊടുക്കാത്തവനാണ്. സ്തോത്രം. അവനോട് ഏറ്റുപറഞ്ഞ് അവനുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നാം നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാം ഫലം കായ്ക്കുന്നവരായി തീരുക തന്നെ ചെയ്യും. സ്തോത്രം. ഉറ്റ ബന്ധം എങ്ങനെയാ? നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിച്ചാൽ, അവനിൽ വസിക്കുന്നത് നമ്മൾ പ്രാർത്ഥനയാണ്. കർത്താവെ, തെറ്റ് ചെയ്യാതെ എന്നെ സൂക്ഷിക്കണമേ, ദുഷ്ടൻ്റെ വഴിയിൽ നിന്ന് എന്നെ കാക്കണമേ. കർത്താവെ, സ്തോത്രം, നിന്നെ ഭയപ്പെടുവാൻ തക്കോണം ഏകാഗ്രമായൊരു ഹൃദയം എനിക്ക് തരണമേ. പ്രാർത്ഥന, നമ്മുടെ പ്രാർത്ഥന, ദുഷ്ടൻ്റെ വഴിയിൽ ആലോചന പ്രകാരം നടക്കാതിരിക്കാൻ നീ എനിക്ക് കൃപ ചെയ്യണമേ. കൊച്ചു പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥന അവനിൽ വസിക്കുകയാണ്. അവൻ നമ്മിൽ വസിക്കുന്നതെന്ന് പറയുന്നത് ദൈവവചനം, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ. ദൈവത്തിൻ്റെ വചനം നിന്നോട് പാപം ചെയ്യാതിരിപ്പാൻ തക്കോണം നിൻ്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. സ്തോത്രം. ദൈവവചനം, അങ്ങനെ ദൈവവചനം നമ്മളിലും നാം അവനിലുമായിട്ട് ഒരുറ്റ ബന്ധം ഉള്ളവരായിട്ട് ജീവിക്കുക. പ്രാർത്ഥനയും ദൈവവചനവും. അതുകൊണ്ടാണ് ഗലാത്യർ 5:24 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്രിസ്തുവിനുള്ളെങ്കിൽ ജഡത്തിൻ്റെ സ്വഭാവങ്ങളെ നാം ക്രൂശിച്ച് കളയുക തന്നെ ചെയ്യണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി തരിക തന്നെ ചെയ്യും. സ്തോത്രം. അടുത്തതായിട്ട് ലേവ്യർ 26:9 ഞാൻ നിങ്ങളെ കടാക്ഷിച്ച് സന്താന സമ്പന്നരാക്കി പെരുക്കുകയും നിങ്ങളോടുള്ള എൻ്റെ നിയമം സ്ഥിരമാക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ കടാക്ഷിച്ച് സന്താന സമ്പന്നരാക്കി പെരുക്കും. സ്തോത്രം. ഹല്ലേലൂയ. അവൻ നമ്മളെ ഫ്രൂട്ട്ഫുൾ ആക്കി തീർക്കുന്നവനാണ്. സ്തോത്രം. ആമേൻ, ആമേൻ. എൻ്റെ നിയമം സ്ഥിരമാക്കുകയും ചെയ്യും. ഒരനുഭവം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഞാൻ അനുഭവം പറയുന്നുണ്ട്, സമയം ചിലപ്പോൾ പോകുമായിരിക്കും. ഇല്ല, സമയത്തിന് നിർത്താൻ ഞാൻ പരിശ്രമിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കും. 2004 എൻ്റെ പണി എന്ന് പറയുന്ന അടുക്കളയിലുള്ള പണിയായിരുന്നു കേട്ടോ. ഞാൻ ഇദ്ദേഹത്തിൻ്റെ പുറകിൽ കൂടെ നിൽക്കുന്നതേ ഉള്ളായിരുന്നു. ഞാൻ ഒരിക്കൽ പോലും മുമ്പിൽ വരുന്ന കൂട്ടത്തിലല്ല, എനിക്കതിനകത്ത് ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല. ദൈവവചനം കേൾക്കാൻ ഇഷ്ടമാണ്, പക്ഷേ മുമ്പിൽ നിന്ന് അധികം പറയുന്നതിനകത്ത് എനിക്കധികം വലിയ സന്തോഷമുള്ള കൂട്ടത്തിലല്ലായിരുന്നു. എന്നാൽ 2004 ഞങ്ങളുടെ അന്നത്തെ ലീഡറിൻ്റെ ഭാര്യ വന്നപ്പോൾ, അവർ ബൈബിൾ സ്കൂൾ ടീച്ചറായിരുന്നു. ബൈബിൾ നന്നായിട്ടറിയാം. വളരെ കാലങ്ങൾ കൊണ്ട് വിശ്വാസിയായിരുന്നത്. ഞാൻ മർത്തോമ വിശ്വാസത്തിൽ നിന്ന് അങ്ങോട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത്. അങ്ങനെ അധികം ഒന്നും അറിയാത്ത കൂട്ടത്തില്ല. അതുകൊണ്ട് അടുക്കളയിൽ തന്നെ നിൽക്കുന്ന കൂട്ടത്തിലായിരുന്നു. അവർ പറഞ്ഞു 2004 കേരളത്തിലെല്ലാം ഒരു ലേഡീസ് മീറ്റിംഗ് നടത്തി. അന്നേരം ആ സഹോദരി വന്നു. എൻ്റെ ഒരു കസിനും എനിക്കെഴുതി, പലരും എനിക്കെഴുതി. വളരെ നല്ല മീറ്റിംഗ് ആയിരുന്നു, അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു 2005 ഞാൻ പോകണമെന്ന്. എൻ്റെ ആകപ്പാടെ കാറ്റുപോയി. കാരണം ഞാൻ എന്തോ ചെയ്യും, എനിക്കൊന്നും അറിയത്തില്ല. എൻ്റെ മെസ്സേജെല്ലാം അടുക്കള മെസ്സേജായി. ഞാൻ ആകപ്പാടെ വിഷമിച്ചു. അത് കഴിഞ്ഞപ്പോൾ എന്നോടൊപ്പം ഉള്ള ഒരു പ്രാർത്ഥനാ സഹകാരി എന്നോട് പറഞ്ഞു, ആൻറ്റിക്ക് തരുന്നു, കുറച്ചാണെങ്കിലും ഉള്ളത് പറഞ്ഞാൽ മതി, ദൈവത്തിൻ്റെ ആത്മാവാണ് പരിവർത്തിക്കുന്നത്. പുള്ളിക്കാരി എന്നെ എങ്കിലും ഭയത്തോടുകൂടെ വന്നു. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവിനോട് പറഞ്ഞ, കർത്താവേ, നിൻ്റെ ദയയില്ലെങ്കിൽ, നിൻ്റെ കൃപയില്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നും സാധ്യമല്ല കർത്താവേ. എന്നാൽ സ്തോത്രം, ഞാൻ നിങ്ങളെ കടാക്ഷിച്ച്, ആമേൻ, ദൈവം നമ്മളെ കടാക്ഷിച്ച, ഹിന്ദിയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന കൃപാദൃഷ്ടി, ദൈവത്തിൻ്റെ കൃപയുടെ കണ്ണ് നമ്മുടെ മേലുണ്ട് എങ്കിൽ, സ്തോത്രം, നാം കഴിവില്ലാത്ത
കഴിയാത്തവരെങ്കിലും ഹല്ലേലൂയ ആമേൻ ആമേൻ അവൻ നമ്മെ കഴിവുള്ളവരാക്കി തീർക്കുന്നവനാണ്. സ്തോത്രം. അവൻ എൻ്റെ വചനം നിന്റെ വായിൽ തരാമെന്ന്, നിന്നെ എൻ്റെ ഭുജത്തിന് കീഴെ മറച്ച് എൻ്റെ വചനം നിന്റെ വായിൽ തരാമെന്ന് വാക്ക് പറഞ്ഞവനായ കർത്താവ് സ്തോത്രം എന്നോടുകൂടെ ഇരുന്ന് സ്തോത്രം ദൈവത്തിൻ്റെ കൃപയാൽ അനുഗ്രഹമായിട്ട് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ, കർത്താവേ നിൻ്റെ ദയാകടാക്ഷം എൻ്റെ മേലെല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഫലം കായ്ക്കേണ്ടതിന് സ്തോത്രം. അടുത്തതായിട്ട് 17:1 ഉൽപ്പത്തി 17:1 ഉൽപ്പത്തി 17:1 നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക, എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കും. ആമേൻ. നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. യോബ് നിഷ്കളങ്കനായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എൻ്റെ ഉള്ളിൽ തരണമേ. നമ്മളുടെ ജീവിതത്തിൻ്റെയും പ്രാർത്ഥന ഇതായിരിക്കട്ടെ, കർത്താവേ നിഷ്കളങ്കമായ ഒരു ഹൃദയം എനിക്ക് തരണമേ. കപടമില്ലാത്തൊരു ഹൃദയം തന്ന് കർത്താവേ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നീ എനിക്ക് സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പറയാം. വാസ്തവത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് ഇന്നലെ ദൈവം ഈ സഭയ്ക്ക് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി തന്ന ഒരു പ്രോമിസ് ഇതാണ്: നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. സഭയെ ദൈവത്തിൻ്റെ മുൻപാകെ നടന്ന് നമുക്ക് നിഷ്കളങ്കരായിരിക്കാം. സ്തോത്രം. എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഈ സഭയെ സ്തോത്രം ഹല്ലേലൂയ ഹെവൻലി ഫീസ്റ്റിനെ ദൈവം അധികമായിട്ട് വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഇതിന് പുത്രി സഭകൾ ഉണ്ടാകട്ടെ. സ്തോത്രം. ഈ സഭയിൽ ഇനിയും ആത്മാക്കൾ വന്നു ചേരട്ടെ. ആമേൻ. തെക്ക് നിന്ന്, കിഴക്ക് നിന്ന്, വടക്ക് നിന്ന്, പടിഞ്ഞാറ് നിന്ന് ആത്മാക്കൾ വന്നു ചേരട്ടെ. നമുക്ക് ഓരോരുത്തരും സ്തോത്രം ഫലം കായ്ക്കുന്നവരായി ഒരാത്മാവിനെ കൊണ്ടുവന്നാലും ഇത് ഇരട്ടിയാകുവാൻ സാധിക്കും. സ്തോത്രം. ആകയാൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത്, എൻ്റെ സ്വഭാവത്തിനകത്ത് ഫലങ്ങൾ ഉണ്ടാകുവാൻ, അതുപോലെ ആത്മീക മക്കളെ ജനിപ്പിക്കുവാനും ഫലമുണ്ടാകുവാൻ തക്കോണം കർത്താവെ സന്താന പുഷ്ടിയുള്ളവരായി ഈ സഭ സന്താന പുഷ്ടിയുള്ളതായി തീരുവാൻ, ഞാൻ സന്താന പുഷ്ടിയുള്ളതായി തീരുവാൻ, സ്തോത്രം ആത്മീക മക്കളെ ജനിപ്പിച്ച സന്താന പുഷ്ടിയുള്ളവരായി തീരുവാൻ തക്കോണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ നീ എനിക്ക് സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. അവസാനമായിട്ട് അതെ, ഈ വർഷത്തെ 25 നിങ്ങൾക്കുള്ള വാഗ്ദത്ത വചനമാണ്. ഉൽപ്പത്തി 17:1 നീ എൻ്റെ മുൻപാകെ, ഒന്നുകൂടെ പറയട്ടെ, നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക, എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായിട്ട് വർദ്ധിപ്പിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ വർദ്ധിപ്പിക്കുന്ന ഒരു വർഷം, വർധനയുടെ ഒരു വർഷമാണ് നമുക്കിനി വരുന്നത്. സ്തോത്രം. നമുക്കത് വിശ്വസിക്കാം. ഹല്ലേലൂയ. ആരെന്തു പറഞ്ഞാലും ദൈവത്തോട് ചേർന്ന് വിശുദ്ധിയിൽ, വിശ്വസ്തതയിൽ അവനോട് പറ്റിയിരുന്ന് നമുക്ക് ജീവിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ മൂത്ത സഹോദരൻ എന്നോട് പറയുമായിരുന്നു, ക്രിട്ടിസൈസേഴ്സ് ആർ ദ ഏഞ്ചൽ ഗാർഡിയൻ ഓഫ് അവർ സോൾസ്. നമ്മളെ കുറ്റം വിധിക്കുന്നവരാണ് നമ്മുടെ ആത്മാവിൻ്റെ കാവൽ മാലാഖമാരെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. മറ്റുള്ളവർ നമ്മെ കുറ്റം പറയുന്നതായ സമയത്ത് നമുക്ക് ദൈവവചന പ്രകാരം നമ്മെ തന്നെ ശോധന ചെയ്ത് ഹല്ലേലൂയ കർത്താവേ നിന്നോട് ചേർന്നിരിക്കുവാൻ, നിന്നിലെല്ലാ സമയം വസിക്കുവാൻ നീ എനിക്ക് സഹായിക്കണമേ. അങ്ങനെ ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമായി തീരുവാൻ, ഒരു സഭയായി തീരുവാൻ നീ ഞങ്ങൾക്ക് സഹായിക്കണമേ എന്ന് നമുക്ക് അന്യോന്യം പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. ആരാണ് ആഗ്രഹിക്കുന്നത്? കർത്താവേ ഫലം കായ്ക്കുവാൻ കർത്താവേ സ്തോത്രം നീ എനിക്ക് സഹായിക്കണമേ. അങ്ങനെ ആഗ്രഹിക്കുന്നവരെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് കർത്താവേ എൻ്റെ ജീവിതത്തിലുള്ള സകല കുറവുകളും മാറ്റി നിലം ഉഴുത നല്ല നിലമാക്കി ജീവിക്കുവാൻ കർത്താവേ സ്തോത്രം സകല അകൃത്യങ്ങളും എന്നിൽ നിന്ന് നീക്കി നിഷ്കളങ്കമായിട്ട് നിന്റെ മുൻപിൽ നടക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ആര് തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കും? നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം. തീർച്ചയായിട്ടും നാം ഫലം കായ്ക്കുവാൻ സ്തോത്രം ഹല്ലേലൂയ നിലനിൽക്കുന്ന ഫലം നമ്മൾ കായ്ക്കുക തന്നെ ചെയ്യും. സ്തോത്രം. അതിന് ദൈവം എനിക്കും നിങ്ങൾക്ക് സഹായിക്കട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.